ഹലോ നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്ക് AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. എടാ മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം ഇങ്ങനെ അടുത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ എക്സാമിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തെല്ലാം പഠിക്കണം നമുക്കറിയാം. നമുക്ക് ആ എക്സാമിന് ഏകദേശം 20 മാർക്കോളം വരുന്ന സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അല്ലേ? ആ 20 മാർക്ക് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം? മറ്റ് പോലീസ് ആകട്ടെ, സിവിൽ എക്സൈസ് ഓഫീസർ ആകട്ടെ, ഫയർഫോഴ്സിലാകട്ടെ, അങ്ങനെയുള്ള ഏത് പോസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ പോലും യൂണിഫോം സംബന്ധിച്ച് ഏതൊരു പോസ്റ്റിലായാലും നമുക്കറിയാം 20 മാർക്കിൻ്റെ എന്തുണ്ടാവും? സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവും. ആ സ്പെഷ്യൽ ടോപ്പിക് എത്രമാത്രം നമ്മൾ പഠിക്കുന്നു അതനുസരിച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റും. ക്ലിയർ ആണല്ലോ? നമ്മൾ റാങ്ക് നിർണ്ണയിക്കുന്ന ഏറ്റവും മുകളിലത്തെ റാങ്കുകളെല്ലാം നിർണ്ണയിക്കുന്ന എന്താണ്? നമ്മൾ നേടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാർക്കാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഫിസിക്കലി നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഫിറ്റ് ആയിരിക്കും. ഓക്കെ, നല്ല അവർ പറയുന്ന എല്ലാ ഡയമെൻഷൻസും നമുക്ക് ഫിസിക്കൽ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ പറയുന്ന എഴുത്ത് പരീക്ഷയിൽ നമ്മൾ നേടുന്ന മാർക്കാണ് നമ്മളെ റാങ്ക് ലിസ്റ്റിലേക്ക് പുൾ ചെയ്ത് വിടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ആ 20 മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ മാർക്ക് എവിടെ നിന്നാണ് വരുന്നത്, എന്തെല്ലാമാണ് അവിടെ പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു അവലോകനം അല്ലെങ്കിൽ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഞാൻ പറയട്ടെ, ബാക്കിയുള്ളിടത്തെല്ലാം നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ പോലും ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്ക് നമുക്ക് എങ്ങും പോകാതെ നമുക്ക് പിടിച്ചെടുക്കാനുള്ളൊരു നമുക്കൊരാവശ്യബോധം നമുക്ക് വേണം, ആ ഒരു കറേജ് നമുക്ക് വേണം. ഓക്കെ, നമ്മൾ നേരെ എന്തെല്ലാമാണ് ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ പഠിക്കാനുള്ളതെന്ന് നോക്കുകയാണ്. ഒന്നാമത്തത് ഫോറസ്റ്റിനെ പറ്റിയാണ്. ഒന്നാമത്തെ എന്തിനെ പറ്റിയാണ് മക്കളെ പഠിക്കേണ്ടത്? ഫോറസ്റ്റിനെ പറ്റിയാണ്. 6 മാർക്കുള്ള ഫോറസ്റ്റ് എന്നുള്ളത് ഉണ്ട്. അപ്പം ആ ഫോറസ്റ്റിൽ എന്തെല്ലാമാണ് പഠിക്കേണ്ടത്? വനങ്ങളിൽ നിന്നുള്ള പോർഷനിൽ എന്തെല്ലാമാണ് 6 മാർക്കാണ് വരുന്നത്, എന്തെല്ലാമാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് എന്താണ്, ഡെഫിനിഷൻസ്, അതിൻ്റെ റോള്, അതിൻ്റെ ബെനിഫിറ്റ്സ്, അത് റിസർവ് ഫോറസ്റ്റ് എന്താണ്, അൺറിസർവ് ഫോറസ്റ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഫോറസ്റ്റ്, അതിൻ്റെ ഡെഫിനിഷൻസ്, അതിൻ്റെ റോള്, അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് അവിടെ നിന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബെനിഫിറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്, കേരളത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്, അതായത് ഫോറസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പം ആ ക്ലാസിഫിക്കേഷനൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇന്ത്യയിലുള്ള ഫോറസ്റ്റ് ടൈപ്പുകൾ, ഇപ്പോൾ റിസർവ് ഫോറസ്റ്റ് ആകണമെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയ എന്തെല്ലാമാണ്, അൺക്ലാസ്ഡ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, അപ്പം അങ്ങനെ ഓരോന്നിൻ്റെ ഡെഫിനിഷനും മറ്റു കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് പഠിക്കണം. പിന്നെ ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സ് അതിലുള്ള അതിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. അതായത് നാച്ചർ, ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ്. നേച്ചർ, അത് രൂപപ്പെട്ടത് എങ്ങനെയാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങൾ ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് പഠിക്കണം. ഇനി സ്റ്റേറ്റ് ഓഫ് ദി ഫോറസ്റ്റ്, ഗ്ലോബൽ, ഇന്ത്യൻ ആൻഡ് കേരള സിനോറിയോ, അതായത് ഇന്നത്തെ അവസ്ഥ ഫോറസ്റ്റുകളിൽ കേരളം, ഇന്ത്യ, ഗ്ലോബൽ സിനോറിയോയെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്, ഡേറ്റ്സ് റിലേറ്റഡ് ടു ദ ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ തീം ആൻഡ് ഫിലോസഫി, അതായത് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വനദിനം, അതിൻ്റെ തീമുകൾ, അതിൻ്റെ പല വേദികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിലോസഫികൾ, അതുമായി ബന്ധപ്പെട്ട് ഇന്ന ദിവസം നമ്മൾ അന്താരാഷ്ട്ര വനദിനമായിട്ട് ആചരിക്കണം എന്നുള്ള തീരുമാനമെടുത്ത കോൺഫറൻസ്, അവിടുത്തെ തീമുകൾ, അതുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ വനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ നടന്നോ, അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിൽ എന്തെങ്കിലും കോൺഫറൻസ് നടന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഭാഗത്ത് പഠിക്കണം. അതിൻ്റെ തീമുകളെല്ലാം നമുക്ക് പഠിക്കണം. അത് കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലല്ലാതെ തന്നെ ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്നൊരു നിയമങ്ങളാണ് ആ ഒരു ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളത്. അതുപോലെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ദ ഫോറസ്ട്രി, അതുമായി വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഷണൽ, നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന മൂവ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷന്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ അത് എന്നാണ് ഫോം ചെയ്തത്, അതിൻ്റെ തീം എന്താണ്, അതുമായി ബന്ധപ്പെട്ട ലീഡേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ദ ഫോറസ്ട്രി എന്ന് പറയുന്ന തീമിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ്, അതായത് ക്ലൈമറ്റ് ചേഞ്ചും അതെങ്ങനെയാണ് നമ്മുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് നല്ല രീതിയിൽ
ടോപ്പിക്കിൽ വരാം. അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് എങ്ങനെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കാനുണ്ട്. അപ്പം വനം എന്നുള്ളൊരു ടോപ്പിക്കിൽ വളരെ 6 മാർക്കോളം വളരെ വാസ്റ്റായിട്ടൊരു ടോപ്പിക്കാണ് വനം എന്ന് പറയുന്നത്. ആ വനത്തിൽ നമ്മൾ പഠിക്കേണ്ട എന്താണ്? വനത്തിൻ്റെ ക്ലാസിഫിക്കേഷന്, വനത്തിൻ്റെ വർഗീകരണത്തെ പറ്റി പഠിക്കണം, വെസ്റ്റേൺ ഘട്ടസ് പശ്ചിമഘട്ടത്തെ പറ്റി പഠിക്കണം, അതിൻ്റെ ഫോർമേഷനെ പറ്റി പഠിക്കണം, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത്, അതുപോലെ ഇൻ്റർനാഷണൽ ലെവലിൽ ഫോറസ്റ്റിൻ്റെ അവസ്ഥ, സ്റ്റേറ്റ്സിനെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഇവൻറ്റ്സ്, അന്താരാഷ്ട്ര വനദിനമോ അല്ലെങ്കിൽ ദേശീയ വനദിനം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ചിലപ്പോൾ ഓരോ മരത്തിനും ഓരോ ദിനങ്ങളുണ്ടാവും. ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അവിടുന്ന് ചോദ്യങ്ങൾ വരും, അതിൻ്റെ തീമുകൾ വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തും പഠിക്കാനുണ്ട്. ദെൻ വൈൽഡ് ലൈഫ് 6 മാർക്കോളം വരുന്നതാണ് എന്തെന്നുള്ളത്, 7 മാർക്കോളം ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിന്. എത്ര മാർക്കുണ്ട്? 7 മാർക്ക് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ ടോപ്പിക്കുന്നുണ്ട്. 6 മാർക്ക് ഫോറസ്റ്റിൽ നിന്നും 7 മാർക്ക് വൈൽഡ് ലൈഫിൽ നിന്നുമാണ്. നോക്കണേ, വൈൽഡ് ലൈഫ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ്, വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വന്യജീവി എന്നുള്ള രീതി, വൈൽഡ് ലൈഫ് എന്നുള്ള ഭാഗമാണ് അല്ലേ. വൈൽഡ് ലൈഫ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ വാല്യൂസ് എന്താണെന്ന് പറയാം. ത്രെറ്റ്സ് ടു വൈൽഡ് ലൈഫ്, അതായത് ഈ വന്യജീവികൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കണം. വൈൽഡ് ലൈഫ് ട്രേഡ്, CITS ആൻഡ് ട്രാഫിക്, ആ 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. വൈൽഡ് ലൈഫ് കൺസർവേഷനെ പറ്റി പഠിക്കണം. ഇൻസിറ്റ്യൂ ആൻഡ് എക്സിറ്റ്യൂ മെഷേഴ്സ്. അപ്പോൾ ഇൻസിറ്റ്യൂ മെഷർ എന്താണ്, എക്സിറ്റ്യൂ മെഷർ എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ഇന്ത്യ ആൻഡ് കേരളത്തിലും ഇന്ത്യയിലെയും പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയ, അൺപ്രൊട്ടക്റ്റഡ് ഏരിയ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ഓരോ കാര്യങ്ങളും, പ്രൊട്ടക്റ്റഡ് ഏരിയാസും അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്തെല്ലാമാണ്, കേരളത്തിൽ പ്രൊട്ടക്റ്റഡ് ഏരിയ, അതുപോലെ തന്നെ നാഷണൽ പാർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ, അവിടെയുള്ള ജീവികളെ പറ്റി നമ്മൾ പഠിക്കണം. കേരളത്തിലുള്ളതിനെ പറ്റി പഠിക്കണം, അത് സ്ഥാപിച്ച വർഷങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്താണ്, അവിടുത്തെ ജീവികൾ എന്താണ്, അത് ഏത് വർഷമാണ് സ്ഥാപിച്ചത്, എവിടേക്ക് ഇത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് പഠിക്കും. ചിലപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും കമ്മ്യൂണിറ്റി റിസർവ്സും കൺസർവേഷൻ റിസർവ്സ്. അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവ്സ് എന്താണ്, കൺസർവേഷൻ റിസർവ്സ് എന്താണ്, നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ആ ഒരു ഭാഗത്തു നിന്ന് കൃത്യമായ ചോദ്യങ്ങൾ വരുന്ന ഒരു പോർഷനാണ്. നമ്മുടെ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ലെവലിൽ ഒരു ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അത് ഒരു പ്രസ്താവന തന്നെ ഇല്ലേ. നമുക്ക് ഇപ്പോഴത്തെ രീതി അറിയാം, 4 കോളമൊക്കെ 4 തന്ന ശേഷം അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ട് 1B, അത് നമുക്ക് നിങ്ങൾക്ക് അറിയുന്ന പാറ്റേൺ തന്നെയാണത് അല്ലേ. അപ്പോൾ ആ ഒരു പാറ്റേൺ ലെവലിൽ നാഷണൽ പാർക്കിൽ നിന്നും വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ നിന്നും ചോദ്യങ്ങൾ കൃത്യമായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ MAB ആൻഡ് കൺസെപ്റ്റ് ഓഫ് ബയോസ്ഫിയർ റിസർവ്. എന്താണ് ബയോസ്ഫിയർ റിസർവ് എന്നുള്ള കൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കണം. അപ്പം ആ ഒരു കൺസെപ്റ്റിൽ ഏറ്റവും അകത്തുള്ള ഭാഗം, അങ്ങനെ കുറേ ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. ആ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ബയോസ്ഫിയർ റിസർവിൽ നിന്ന് പഠിക്കണം. അത് ത്രെട്ടൻഡ് ആൻഡ് എൻഡമിക് സ്പീഷീസ് ഓഫ് വെസ്റ്റേൺ ഘട്ടസ്, അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും അധികം രീതിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന വൈൽഡ് ലൈഫിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്കൊരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യേണ്ടത് കേരളത്തിലാണ്. കേരളത്തിൽ എന്ന് പറയാൻ മല ഏരിയ എവിടെയാണ്, അതായത് ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഗഡ്സ് ഏരിയ ഒക്കെ വരും. നമ്മൾ വെസ്റ്റേൺ ഗഡ്സ് വെസ്റ്റേൺ ഗഡ്സിനെ പറ്റിയുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. IUCN റെഡ് ലിസ്റ്റ് കാറ്റഗറീസ് ആൻഡ് ക്രൈറ്റീരിയ, IUCNൽ റെഡ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ജീവികൾ, അതിൻ്റെ ക്രൈറ്റീരിയയെ പറ്റിയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 7 മാർക്ക് സെറ്റാണ്. ക്ലിയർ ആണല്ലോ. ഇവിടെ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ GK-യുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്ത്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ്, ബയോസ്ഫിയർ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ GK-യിലും കൂടെ ജോഗ്രഫിയിലൊക്കെ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. സോ ഇവിടെ നിന്നും തന്നെ 7 മാർക്ക്, നിങ്ങൾ നോക്കിയാൽ 6-7 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച് തന്നെ നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന 2 ടോപ്പിക്കുകളാണ് ഫോറസ്റ്റും വൈൽഡ് ലൈഫും എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇനി കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഈ ഫോറസ്റ്റിൻ്റെയും വൈൽഡ് ലൈഫിൻ്റെ കൺസർവേഷനെ പറ്റി പഠിക്കണം. നോക്കിയടാ, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് റിലേറ്റഡ് ടു ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കണം. അത് 5 മാർക്കാണ് പറയുന്നത് അല്ലേ. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, 1927 വന നിയമത്തെ പറ്റി പഠിക്കണം. റിസർവ്ഡ് ഫോറസ്റ്റ് എന്താണെന്ന് പഠിക്കണം. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്താണെന്ന് പഠിക്കണം. വില്ലേജ്
ഫോറസ്റ്റ് എന്താണെന്ന് പഠിക്കാം. അപ്പം 3 ക്ലാസിഫിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്റ്റാണ് നമുക്ക് പ്രധാനമായിട്ട് മാർക്ക് തരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഏരിയ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വന്യജീവി സംരക്ഷണ നിയമം. അത് നമ്മൾ ഏകദേശമൊക്കെ ജനറൽ ടോപ്പിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചു പോകുന്നൊരു നിയമമാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കത് കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ 5 മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കി CPOയുടെ ആകട്ടെ സിവിൽ എക്സൈസ് ഓഫീസറുടെയൊക്കെ നിയമം വെച്ച് നോക്കുമ്പം ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് അല്ലേ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് 1972 നമുക്ക് പഠിക്കണം. അവിടെ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്താണ്, ഷെഡ്യൂൾഡ് ഏരിയ എന്താണെന്ന് പഠിക്കണം. അതുപോലെ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കണം. അപ്പോൾ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെന്നായിരുന്നു, എപ്പോഴായിരുന്നു, അതിൻ്റെ അങ്ങനെയുള്ള കുറേ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും പഠിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കണം. അതുപോലെ ഇമ്പോർട്ടൻറ്റ് കൺസർവേഷൻ പ്രോജക്റ്റ്, അതായത് നമ്മുടെ ഓപ്പറേഷൻ ടൈഗർ, എലിഫൻറ്റ്, ഗിർ, ലയൺ, സ്നോ ലെപ്പേഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, കോക്ടെയിൽ ബ്രീഡിംഗ് എക്സെട്ര. അതായത് ഈ പറയുന്ന എലിഫൻറ്റ്, ടൈഗർ, ഗിർ അങ്ങനെയുള്ള ഒരുപാട് ജീവികളെ കൺസർവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഗിർ ലയണിനെയൊക്കെ നമ്മൾ കൺസർവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനെയൊക്കെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ഓപ്പറേഷൻ ടൈഗർ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ടൈഗർ ഒക്കെ നമ്മൾ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കണം. ഇത് ഞാൻ പറയട്ടെ, ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ NCERT ക്ലാസ് 10 ഒരു ചാപ്റ്റർ ഉണ്ട്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ പ്രോപ്പറായിട്ട് അതൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ 2, 3, 4 മാർക്കൊക്കെ നമുക്ക് ഒന്നും പഠിക്കാത്തവർക്ക് കിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് ഒരിക്കൽ പോലും ആ 4 മാർക്ക് 20 നിങ്ങൾ സ്കോർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇത്ര എളുപ്പമുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു 20 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ 20 മാർക്ക് സ്കോർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏറ്റവും മുൻപന്തിയിലേക്ക് എക്സാമിൽ എത്താനും സാധിക്കുന്ന ഒരു ടോപ്പിക്കുകളാണ് ഇത്രയും ടോപ്പിക്കുകൾ. സോ ഈ ടോപ്പിക്കുകൾ എവിടെ പഠിക്കും, എങ്ങനെ സാർ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയാണെങ്കിൽ, നിങ്ങളൊരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അതായത് സിവിൽ പോലീസ് ഓഫീസ്, CPO, അല്ലെങ്കിൽ വിമൻസ് CPO, അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അല്ലെങ്കിൽ എക്സൈസ് ഓഫീസർ, അങ്ങനെ കേരളത്തിലൊരു യൂണിഫോം പോസ്റ്റിൽ നിങ്ങൾ കേരള PSC നടത്തുന്ന യൂണിഫോം പോസ്റ്റ് എക്സാമുകളിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ജോലി എനിക്ക് വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അതിനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡുകൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ബാച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തെല്ലാമാണ് നമ്മുടെ പ്രത്യേകത? നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. എന്താണ്, ഒരു കാര്യം പഠിക്കണമെങ്കിൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ആ സ്റ്റഡി പ്ലാൻ ഓറിയൻറ്റഡ് ആയിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത് അല്ലേ. ആ സ്റ്റഡി പ്ലാൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുന്നേറാൻ പറ്റും ഇല്ലേ. ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ്, ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഈ ടോപ്പിക്കുകളാണ് എന്ന് ഞങ്ങൾ മുൻകൂട്ടി തരും. ഇനി അതനുസരിച്ചുള്ള ലൈവ് ക്ലാസ്സും തരും, ഒരു റെക്കോർഡഡ് ക്ലാസ്സുകളും തരും, ലൈവ് ക്ലാസ്സുകളും തരും. അപ്പം ആ റെക്കോർഡഡ് ക്ലാസ്സും ആ ലൈവ് ക്ലാസ്സുകളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഡെയിലി സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ച് മുന്നേറാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ്, ഈ പഠിച്ചതനുസരിച്ചുകൊണ്ടുള്ള ഒരു ഡെയിലി മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഏതൊക്കെ ഭാഗത്ത് ന്യൂനതകളുണ്ട് ഇല്ലേ. എന്നും പരീക്ഷ ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ ന്യൂനതകൾ എവിടെയൊക്കെയാണ്, ഈ ടോപ്പിക്കുകൾ ഞാൻ വീക്കാണ്, ഞാൻ അതുകൊണ്ട് ആ ടോപ്പിക്കുകൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു തോന്നൽ വരത്തുള്ളൂ. സോ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനിത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ കറണ്ട് അഫെയർസ് സെഷൻ, ഒരു പരീക്ഷയിൽ ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പരീക്ഷകൾ പഠിക്കുമ്പോൾ ഒരുപോലെ, അതായത് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ പോലെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കറണ്ട് അഫെയർ ടോപ്പിക്കുകൾ. സോ ഡെയിലി കറണ്ട് അഫെയർ നമ്മൾ റിച്ച് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുകൾ അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കറണ്ട് അഫെയർ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കി വെക്കുന്നോ, കറണ്ട് അഫെയർ നമ്മൾ എത്രമാത്രം പഠിച്ചു വെക്കുന്നോ, അതനുസരിച്ച് നമുക്ക് ഏറ്റവും നല്ല റാങ്കുകളിലേക്ക് ഏതൊരു പരീക്ഷയായാലും പുഷ് ചെയ്ത് വിടുന്ന ഒരു കാറ്റഗറിയാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫെയർ പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ഡെയിലി കറണ്ട് അഫെയർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ
മെൻറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടിയായിരിക്കും നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിവിഷൻ സെഷൻ, അതായത് നമ്മൾ ഈ റിവിഷൻ സെഷൻ എന്ന് പറഞ്ഞാൽ പഠനത്തിന് ഒപ്പം തന്നെ കൊണ്ടുപോകും, പഠനശേഷം സിലബസ് കംപ്ലീഷന് ശേഷം നമ്മൾ മുന്നോട്ടുണ്ട്. അതും ഡെയിലി നമുക്കൊരു PYQ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. ആ ഡെയിലി PYQ പ്രാക്ടീസ് സെഷനിൽ കൃത്യമായി മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഈ ടോപ്പിക്കുകളെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ ടോപ്പിക്കുകളുടെ ഒരു സോഴ്സ് ഈ ഭാഗത്തു നിന്നാണ്. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിനോടൊപ്പം തന്നെ സോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. അതുപോലെ തന്നെ റിവിഷൻ സെഷൻസ് ഉണ്ടാകും, മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട്. നമ്മളിങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വാഴ സിനിമയിലൊക്കെ കണ്ടില്ലേ, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ ഒന്നും നമ്മൾ തളർന്നു പോകാതെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ പ്രോപ്പറായിട്ടൊരു മോട്ടിവേഷൻ വേണം. ആ മോട്ടിവേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടേതല്ലാത്ത കാരണത്താലോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളോട് ബന്ധപ്പെടാം. ഞങ്ങളുടെ സ്പെഷ്യൽ മോട്ടിവേഷൻ സെഷൻ അതിന് വേണ്ടി ഉണ്ടായിരിക്കും. കാരണം ഒരു ഉദ്യോഗാർത്ഥി അവൻ എത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത്, ആ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പം നിങ്ങൾ അവിടെ തളർന്നു പോകാതെ നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം ഞങ്ങൾക്കും കൂടിയുണ്ട്. അപ്പം നിങ്ങൾ തളർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹൗസ് എന്നുള്ള രീതിയിൽ തന്നെ AZB അക്കാഡമി ടീമിനെ ബന്ധപ്പെടാം. നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇനി ഇതുവരെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ല. ഇനി 1-2 കാര്യങ്ങളും കൂടെ പറയാൻ 2 മാർക്കിന് എന്തും കൂടി ഉണ്ട് മക്കളെ. ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും കൂടി ഉണ്ട് അല്ലേ. 2 മാർക്കിന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിൽ സെക്ഷൻ 43, സെക്ഷൻ 43A, സെക്ഷൻ 65, 66, 66B, 66C, 66D, അതായത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇത്രയും സെക്ഷനുകൾ 2 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ഒരു പരീക്ഷയാണ്. അതുപോലെ 66C ഉണ്ട്, 66F ഉണ്ട്, 67 ഉണ്ട്, 67A ഉണ്ട്, 67B ഉണ്ട്, 72 ഉണ്ട്, 72B. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ പോലും, അതായത് യൂണിഫോം പരീക്ഷ ഏതെടുത്ത് നോക്കിയാലും ഈ IT ആക്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറയുന്ന ഒരു ആക്ടിൽ നിന്ന് ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കേണ്ടത്. അത് എപ്പോഴും 2 മാർക്കുള്ളതാണ്. സോ ഈ ടോപ്പിക്കുകൾ നമ്മൾ എപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ അത് CPIക്കും എല്ലാം ഗുണപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു ഈ വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികളെല്ലാവരും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആകണം, അല്ലെങ്കിൽ എനിക്ക് യൂണിഫോം തസ്തികയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഇന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, ആ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പറെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ടീം അപ്പോൾ തന്നെ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് കോഴ്സിലേക്ക് വരെ നമുക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ടൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പഠിക്കുക, മുന്നേറുക, സ്വപ്നങ്ങളിലേക്കുള്ള വഴികൾ തേടുക. ഓക്കെ, സ്വപ്നങ്ങൾ എപ്പോഴും സ്വപ്നങ്ങളായിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാകത്തില്ല. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രയത്നിക്കുകയും കൂടി വേണം. അപ്പം എന്നും സ്വപ്നങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ പോലും വിജയമുണ്ടാകത്തില്ല. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടണം. നിങ്ങളെല്ലാവരും എഫേർട്ട് ഇടുക, നിങ്ങളെല്ലാവരും പഠിക്കുക, സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എല്ലാവരും എത്തുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ. അടുത്ത ദിവസം മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.